വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എന്നെ ചവറ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയെന്ന് വിചാരിക്കരുത്. ഇതാണ് എൻ്റെ റൂമിൻ്റെ കറൻ്റ് ഉള്ള അവസ്ഥ. എൻ്റെ ടേബിളും കട്ടിലും തറയൊക്കെ ഇങ്ങനെയാണുള്ളത്. കുറേ കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുക്കി ഒതുക്കി വെക്കാമെന്ന് കരുതി നിലത്ത് ഇങ്ങനെ പരത്തി ഇട്ടേക്കായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. കാണുന്ന സാധനങ്ങളെ മൊത്തം എനിക്ക് ഈ ഷെൽഫിലേക്ക് കയറ്റാനുള്ളതാ. ഈ ബുക്സ് ഒക്കെ എനിക്ക് മാറ്റണം, അതൊക്കെ കൊടുക്കാനുള്ളതാ. പിന്നെ താഴത്തെ ഷെൽഫിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. എനിക്ക് എന്ത് പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്ലേ ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ട് പരിപാടി ഐശ്വര്യമായിട്ട് തുടങ്ങാതെ കരുതി ഫസ്റ്റ് തന്നെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഈ കാണുന്ന കാർഡ്ബോർഡ്സിന്റെ ഒക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ടൈ ചെയ്തിട്ട് റാക്കിന്റെ മുകളിലേക്ക് വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഡ്ബോർഡിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഷെൽഫിലെ ബുക്സ് ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുക്കില്ലേ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ പഠിക്കുമ്പോൾ വാങ്ങിയതായിരുന്നു. അത്രയും വഴക്കം ഉണ്ടായിരുന്നു അതിന്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഴ്സിലെ എല്ലാ സാധനങ്ങളും ഞാൻ അടുക്കി ഒതുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എത്ര കാലം ഇതിങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലെ വേസ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നു. ഇത് മൊത്തം ചാക്കിലാക്കി താഴേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എനിക്ക് പറയുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് ആണ്. തറയിലൊന്നും നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് ഫസ്റ്റത്തെ ഉദ്ദേശം. രണ്ടാമത്തെ പരിപാടി ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ലീഫ് വെക്കണം. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കണം. പിന്നെ ആ ഒരു വിഷൻ ബോർഡ് അവിടെ തന്നെ നിന്നോട്ടെ, ബാക്കി സാധനങ്ങളൊക്കെ മാറ്റാന്നുള്ള ഒരു രീതിയിലാണ്. മെയിനായിട്ട് മേക്ക് ഓവർ കൊടുക്കേണ്ടത് ഈ ഒരു വോളിലാണ്. ഇവിടുന്നാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. നിങ്ങൾ പറയുന്ന ക്യൂട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആ ഒരു വോളാണിത്. ഇതിന് രണ്ടിനും നല്ല രീതിയിലൊരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ വെക്കാം. ഫസ്റ്റത്തെ പരിപാടി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കാം. മറ്റേ ആ വോളിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കയറില്ലേ, ഇതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് എൻ്റെ ആകെ ഉള്ളത് ഈ ഒരു കളർ ക്രേപ്പ് പേപ്പർ ആണ്. ഈ കളർ എനിക്ക് അധികം ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് ഒലീവ് ഗ്രീൻ ആ ഒരു ടൈപ്പ് ഓഫ് കളർ, ഇത് ഈ പെയിന്റിന്റെ കളറായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ക്രേ പേപ്പർ പ്ലാസ്റ്റിക് കയറിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ചെയ്യാന്നുള്ള ആ ഒരു ഐഡിയ മാറ്റി വെച്ചിട്ട് ഞാൻ തൽക്കാലം ഡയറക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് കയറിലേക്ക് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ കിട്ടുമല്ലോ. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ആ ഒരു ക്രേ പേപ്പറിന്റെ കളർ ആയിട്ടുണ്ടായിരുന്നു. എനിവേസ് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പ്ലാസ്റ്റിക് കയറിൽ നല്ല രീതിയിൽ കളർ ഡിപ്പ് ചെയ്തിട്ട് അതൊരു ഗ്രീൻ കളറാക്കി മാറ്റുക. നല്ല രീതിയിൽ അതിനെ ഡ്രൈ ആക്കി എടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ലീവ്സ് ഉണ്ടാക്കാം. ലീവ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നോർമലായിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് ഒട്ടിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 നൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്ന് വർക്ക് ചെയ്തിട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റിയിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും DIY ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും ടൈം പോവുമല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരിക, സെറ്റ് ചെയ്തിട്ടാൽ മതി. പക്ഷെ നമ്മളിത് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറേ ടൈം അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീവ്സ് ഒക്കെ ഇതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്ത് വരച്ച് എടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ലീവ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് ഇതിന് പെയിന്റ് ചെയ്യാന്നുള്ളതായിരുന്നു. എല്ലാ ലീവ്സും ഇതേപോലെ അടുക്കി ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും പെയിന്റ് ചെയ്തെടുക്കണം. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ രണ്ട് സൈഡൊന്നും പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റേ ഒരു സൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ കാണുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും പ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു കളർ അല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഒരു ഒലീവ് ഗ്രീനിന്ന് മറ്റേ കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് മാറി ഡാർക്ക് ഗ്രീൻ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ത്രെഡ് അതേ കളറിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാണുന്ന രീതിയിൽ ഓരോ ലീഫും എടുത്ത് ഒട്ടിക്കലായിരുന്നു പണി. ഇല്ല, ഞാൻ നല്ല രസമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്ത് കൈ കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ലീഫിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് ലീഫ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു ലീഫ് ഒട്ടിക്കാൻ ഞാൻ 5 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും നേരം അത് ഹോൾഡ് ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മറ്റേ ഒഴിവാക്കിയ ക്രേപ്പ് പേപ്പറില്ലേ, അത് വെച്ചിട്ട് ആ ഒരു ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി. ഒരു 2 സ്ട്രിങ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി ലീഫ് ഉണ്ടാക്കി. പിന്നെ എനിക്കൊരു തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാങ്ങിങ് പ്ലാന്റിന്റെ പരിപാടി കഴിഞ്ഞു. നേരത്തെ കാണിച്ച ആ ഒരു വോളില്ലേ, അവിടെ നമുക്ക് ഒരു ഡ്രീമിംഗ് ലൈറ്റ് ഉണ്ടാക്കണം. ഡ്രീമിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലൊന്നും വിചാരിക്കരുത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നല്ല ഭംഗിയിലൊരു ലൈറ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ എനിക്ക് അവിടെ ഹാങ് ചെയ്ത് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ആ ഒരു പരിപാടിയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ എടുക്കുക. ഒന്നല്ല, കുറച്ചധികം കയർ ഇതേപോലെ എടുക്കുന്നുണ്ട്. കയറല്ല, പ്ലാസ്റ്റിക്കിൻ്റെ വയർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഈ റൗണ്ടായിട്ട് ഒന്ന്
ചുറ്റി കൊടുക്കുക. ഈ ഒരു പ്ലാസ്റ്റിക് വയേഴ്സിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസിനെയും ഫ്ലവേഴ്സിനെയൊക്കെ ഒട്ടിക്കണം. അതൊക്കെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വെച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മേക്ക് ഓവർ ചെയ്യുന്നത്. ഈ ഒരു സാധനം ചെയ്യുമ്പോൾ എങ്ങനെ ആ വീഡിയോയിൽ അവർ സെറ്റ് ചെയ്തെന്നുള്ള റഫ് ഐഡിയ മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പോലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എനിക്ക് തോന്നിയ പോലെ പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒട്ടിക്കുക ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇതല്ലടാ ഞാൻ ഉദ്ദേശിച്ച ഡ്രീമിങ് ലൈറ്റ് എന്നുള്ള ആ ഒരു സാധനമായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്കത് ഇഷ്ടമായത്. ചെയ്ത ആ ഒരു ടൈം മൊത്തം ഇത് ഫ്ലോപ്പാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ലാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രീം ചെയ്ത പോലത്തെ ഒരു ഡ്രീമിങ് ലൈറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് കയറ് മാറ്റി ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേൾസ് ഇതേപോലെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ഗ്ലൂ ഗൺ വെച്ചിട്ട് കുറച്ച് ഡ്രോപ്പ് ആയിട്ട് ആ സാധനവും കൂടി ഇതിലേക്ക് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷൈനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ കുറച്ച് മെറ്റാലിക് കളർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പൂവും കായൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പേൾസും അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ആ ഒരു ടേബിൾ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് ആ റാപ്പ് മാറ്റാനുള്ളത്. അതുകൊണ്ടാണ് അത്രയും വൃത്തികേടായി കിടന്നിട്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്യാതിരുന്നത്. അതൊന്ന് ഇഗ്നോർ ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. ഈ ഒരു ഫെയറി ലൈറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു. ഒരു 6 എണ്ണത്തിന്റെ ഒരു സെറ്റ്. അതും കൂടെ ഇതിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈറ്റ് ചുറ്റിയിട്ട് ബാക്കി ഡെക്കറേഷൻ ഒക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും കേട്ടോ. അങ്ങനെ ഡ്രീമിങ് ലൈറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എനിക്കൊരു ലൈറ്റ്, ഒരു ബോൾ ലാമ്പ് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബലൂണിൽ ഇങ്ങനെ ത്രെഡ് ചുറ്റിയിട്ട് കുത്തി പൊട്ടിച്ചിട്ട് ആ ഒരു ഐറ്റം ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. ഫസ്റ്റത്തെ ട്രൈ ആണ്. ഫസ്റ്റത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീർക്കുന്ന ഒരു ബലൂൺ വാങ്ങിക്കുക എന്നുള്ളതാണ്. അധികം കട്ടിയില്ലാതെ എഫേർട്ട് ഇല്ലാതെ വീർപ്പിക്കാൻ പറ്റിയ ബലൂൺ വാങ്ങിക്കുക എന്നുള്ളത്. ഇങ്ങനെ ബലൂൺ കറക്റ്റ് സൈസിലാക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ഈ ത്രെഡ് ഇതേപോലെ ഇതിൽ ഡിപ്പ് ചെയ്യുക, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക. ഇതിനേക്കാൾ സുഖമുള്ള പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ ഗമ്മിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടയാക്കിയിട്ട് ഈ ത്രെഡ് അതിൽ കൂടെ കയറ്റി ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു. അത് തന്നെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയുള്ളത്. ഇനി അത് ഉണങ്ങട്ടെ. ഇനി അതേപോലെ വേറൊരു ബോളും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ആണ്. എനിക്ക് ഒരെണ്ണം പിങ്കും ഒരെണ്ണം വൈറ്റിലും വേണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 2 വൈറ്റ് ത്രെഡാണ്. എനിക്ക് പിങ്ക് ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ത്രെഡിന് പിങ്ക് കളർ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നത് ഇതും ഉണങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പലതായിട്ട് എടുത്തതായിരുന്നു. ഒരെണ്ണം പട്ട ഫ്ലോപ്പായി പോയി. അത് എന്താ ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നെങ്കിലും ഞാൻ അവസാനം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. റൗണ്ട് ഉദ്ദേശിച്ച് ചെയ്ത് എനിക്ക് കിട്ടിയത് വേറെ എന്തോ ഷേപ്പായിരുന്നു. ബട്ട് ഇത് സക്സസ് ആയിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനൊരു അഡ്വൈസ് തരാം. ഇത് കറക്റ്റ് ടൈമിൽ തന്നെ കുത്തി പൊട്ടിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു സ്റ്റേർഡിനെസ്സിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബലൂണില്ലേ, അത് തന്നെ അതിൻ്റെ കാറ്റ് പോയതാണ്. അപ്പോൾ അതേപോലത്തേക്ക് ഒരു കിളിഞ്ഞോ പിളിഞ്ഞോ എന്നുള്ള ഷേപ്പിൽ കിട്ടും. അമ്മിൻ്റെ പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡില്ലേ, അത് മാത്രം ഒരു വേറെ കളറിലാണ് നിൽക്കുന്നത്. നമ്മുടെ റൂം കംപ്ലീറ്റ് ആയിട്ട് പിങ്ക് വൈറ്റ് തീമിലാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആ സ്വിച്ച് ബോർഡ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതി. മൊത്തത്തിലല്ല, അതിൻ്റെ ഒരു 4 സൈഡ് മാത്രം ജസ്റ്റ് ഒരു ഇഷ്ടമുള്ള ഒരു പാറ്റേൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാമെന്ന് കരുതി. കവറിങ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്കത് സെറ്റ് ചെയ്യുമ്പോൾ കവർ ചെയ്യാം. പിന്നെയുള്ള ഒരു പരിപാടി, ഈ ഒരു വോള് കണ്ടോ നിങ്ങൾ, ഈ ക്യൂട്ടാന്ന് പറയുന്നത് ഈ ഒരു വോള് നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് വേറൊരു സാധനം ഉണ്ടാക്കണം. ഇവിടെ എനിക്കൊരു ഫ്ലവർ ട്രീ സെറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഫ്ലവർ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല. ഈ ഒരു ചെറി ബ്ലോസം അല്ല, അതേപോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ കുറച്ച് പിങ്ക് വൈറ്റ് ഫ്ലവേഴ്സ്,
ഒരു ട്രീ പോലെ സെറ്റ് ചെയ്ത് ഇവിടെ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്. എക്സാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറി ബ്ലോസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇതേപോലെ എൻ്റെ റൂമിലും വേണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് എൻ്റെ കുറച്ച് നൂൽക്കമ്പികളില്ലേ, ഇവിടെയൊക്കെ നൂൽക്കമ്പി എന്നാ പറയുക, ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. ഇത് കുറച്ചധികം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ട്രീൻ്റെ പോലത്തേക്ക്, ഒരു ട്രീ അല്ല, ഒരു ബ്രാഞ്ചിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുക. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളറിൽ തന്നെ ഇരിക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ആസ് യൂഷ്വൽ ഞാൻ ക്രേപ്പ് പേപ്പേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ക്രേപ്പ് പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറേ ഫ്ലവേഴ്സ് ഒറ്റയടിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പരിപാടി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാർക്ക് പിങ്ക് കളറിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുക, സെൻറ്ററിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രാഞ്ചിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ ഒരു വോളായിരുന്നു. ഞാൻ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആ ഒരു വോളിലേക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം കാണുന്നത്. ആ ഒരു വിഷൻ ബോർഡ് ഞാൻ മാറ്റിയിട്ടില്ല, അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ ബാക്കി ഹാങ്ങിങ് പ്ലാന്റ് ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹാങ്ങിങ് പ്ലാന്റ് ഒട്ടിക്കാനായിട്ട് ഒരു സൈഡിൽ മാത്രം ഒരു ആണി ഉണ്ടായിരുന്നു. ബാക്കി സൈഡിലൊക്കെ ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക ചെയ്തിട്ടുള്ളത്. എത്ര കാലം അതങ്ങനെ നിൽക്കും എന്ന് എനിക്കറിയില്ല. നിൽക്കുന്നിടത്തോളം കാലം നിൽക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലീഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. പിന്നെ ഞാൻ വേറൊരു ഫെയറി ലൈറ്റ് ഇതേപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് 12 മീറ്റേഴ്സ് ആണ് ഇത് എന്നാണ്. അപ്പോൾ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സാധനവും കൂടെ ആ ലീഫിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സെല്ലോ ടേപ്പ് വെച്ചിട്ടായിരുന്നു ഞാൻ അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പുറത്തെ സൈഡിലായിരുന്നു മറ്റേ ആ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നത്. ഞാൻ അത്രയും ലെങ്ത്ത് മാറ്റിയിട്ട് ബാക്കി മാത്രമേ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് സമയത്താണെങ്കിൽ എൻ്റെ എക്സ്റ്റൻഷൻ കോഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് മറ്റേ ഡ്രീമിംഗ് ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ജസ്റ്റ് അതൊന്ന് ഹാങ് ചെയ്യേണ്ട പരിപാടിയുള്ളൂ. അതിന് മുമ്പ് അവിടെ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രീമിംഗ് ലൈറ്റ് പെട്ടെന്ന് തന്നെ സെറ്റായി. ഇന്നലെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ലൈറ്റും കൂടെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഏറ്റവും കൂടുതൽ പണി വരുന്ന ഒരു സൈഡുള്ളത്. ഈ ഒരു സാധനം എനിക്ക് ഇതേപോലെ ഇവിടുന്ന് മാറ്റിയെടുക്കണം. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഗ്രിഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി ഇതൊക്കെ ഇവിടുന്ന് പറിക്കുക എന്നുള്ളതായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാരണം അത്രയും ആഗ്രഹിച്ച് നമ്മൾ ഓരോ ഷോർട്സിലായിട്ട് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ ഒരു ബോൾ ലൈറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലൈറ്റ് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രിഡ് അറിയാലോ അല്ലേ, ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു. എങ്ങനെയാണ് എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സ്റ്റേഡിനെസ്സിന് വേണ്ടിയിട്ട് കുറേ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള വെയിറ്റ് ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ ഞാൻ ഇതിൽ ഇങ്ങനെ ഹാങ് ചെയ്തും ഒട്ടിച്ചും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടിഷ്യൂ ആയിട്ടില്ല, ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതിന് തീരെ വെയിറ്റ് ഇല്ലടാ. അപ്പം ഞാൻ അതും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈറ്റും ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടി എൻ്റെ ഒരു ഡ്രീം വോൾ ആയിട്ടുള്ള ഈ ഒരു വോളാണ്. ഈ ഒരു സാധനം ഞാൻ മാറ്റി ഈ വോൾ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ, എല്ലാ കാലത്തും ഒരേ ബാക്ക്ഗ്രൗണ്ട് ആയ രസം ഉണ്ടാവില്ലല്ലോ. ആ ഒരു സാധനം മനസ്സിൽ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇത് പറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വോളിലാണ് ഞാൻ മറ്റേ ഒരു ഫ്ലവർ ട്രീ ചെറി ബ്ലോസത്തിൻ്റെ അപരൻ എന്നൊക്കെ പറയുന്ന ഐറ്റം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോണത്. ഇത് ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പ് സൈഡിൽ ഈ ഒരു ഫെയറി ലൈറ്റ് 2 എണ്ണം ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ കൂടി ട്വിസ്റ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ എൻ്റെ ഡ്രീമിൽ എന്തായിരുന്നു അതേപോലത്തെ ഐറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ എം സോ ഹാപ്പി ഇത് കണ്ടപ്പോൾ. പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു ഭാഗം കവർ ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഒരു 4 സാധനവും ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കത് വലിയ ഇഷ്ടമായില്ല ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് ഇറ്റ്സ് അങ്ങനെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു തൽക്കാലം. പിന്നെ ഈ ഒരു വാള് ഭയങ്കര മിനിമലായി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് വാൾ ഫ്രെയിമും അതും ഇതുമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ലാസ്റ്റായിട്ട് ഈ ഒരു കയറി വരുന്ന ഭാഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ മേക്ക് ഓവറിന് ചെയ്ത് വെച്ചതായിരുന്നു. തൽക്കാലം ഞാൻ ഈ ഒരു പിൻ ബോർഡ് മാറ്റി. നമുക്ക് ഗ്രിഡ് ഉണ്ടല്ലോ ടു ഡു ലിസ്റ്റ് ഒക്കെ വെക്കാനായിട്ട്, ഞാൻ ഒരു ലീഫിൻ്റെ സാധനം അതേപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് പറിച്ചിട്ടുള്ള ആ ഒരു കലണ്ടറും ആ ഒരു ജെന്നിഫറിൻ്റെ സാധനവും ഞാൻ ഇവിടെ കൊണ്ടത് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഡെസ്കിൻ്റെ കോലം ഇങ്ങനെയായിരുന്നു. ഈ ഒരു റാപ്പ് ശരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. ഈ ഒരു സാധനം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്തതെന്ന് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സാധനം ഭയങ്കര അലമ്പായിരുന്നു. പെയിൻറ്റും അതും ഇതൊക്കെ ആയിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര തുടച്ചാലും പോകുമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ റൂം മേക്ക് ഓവറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു ഫ്രഷ് ലുക്ക് ആവുമല്ലോ എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചതായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു പരിപാടിയില്ലേ, ഇത് ഏകദേശം 1.5 hour എടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. എന്ത് ഗമ്മ അതിനകത്ത് യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നല്ല കഷ്ടപ്പെട്ടിട്ടത് ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ റാപ്പ് ഞാൻ മീഷോന്ന് തന്നെയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കലായിരുന്നു പരിപാടി. ഇതിൽ ചുളു വീഴാതെ ഒട്ടിക്കുക എന്നുള്ളത് ഒരു ബിഗ് ടാസ്ക് ആയിരുന്നു. അത്രയും സൂക്ഷിച്ച് ഞാൻ ഒട്ടിച്ചിട്ടും കുറച്ചധികം ചുളിവുകൾ വീണിട്ടുണ്ടായിരുന്നു. എനിവേസ് ഞാൻ അത് അങ്ങനെ തന്നെ നിർത്താമെന്ന് കരുതി. പിന്നെയും ഒന്ന് പറിച്ചൊട്ടിക്കുക എന്നുള്ളത് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടായിരുന്നില്ലേ ഫസ്റ്റ് റൗണ്ട് ക്ലീനിങ് മാത്രമാണ് കഴിഞ്ഞതെന്ന്. ഇതും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഏകദേശം ആ ഒരു തീമിന് മാച്ച് ചെയ്യുന്ന ഒരു ബെഡ്ഷീറ്റും വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ അറിയുന്നത് നൈറ്റിലാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൂടുതലായിട്ടും ലൈറ്റ്സ് അല്ലേ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഞാൻ ഡ്രീം ചെയ്തൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. കുറേ കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.